ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 21st ഫ്രൈഡേ ആണ് കേട്ടോ. ഞാൻ ഇത് ഫിലിം ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ ഫ്രൈഡേ ആണ്. അപ്പോൾ നമുക്ക് അത്രയും മോസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ വന്നു കാരണം ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാം എന്നുള്ള രീതിക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നാളെ, അതായത് സാറ്റർഡേ, എനിക്കൊന്ന് പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു ടു പീസ് ചുരിദാറാണ്. അതായത് ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വേറെ രണ്ട് ടോപ്സും ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും ഫങ്ഷൻസ് വരികയാണെങ്കിൽ അപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതിനൊപ്പം വെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അങ്ങനെ നാളേക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ചുരിദാറിലേക്കുള്ള ഒരു ഷാള് സെലക്ട് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ളൊരു കളറിൽ മാച്ചിങ് ആയിട്ട് ഇടാമെന്നുള്ള രീതിക്ക് അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് മാച്ചായിട്ടുള്ളൊരു ഷാളെടുത്ത് അതിന് വെയർ ചെയ്യുകയും ചെയ്തു. അതായത് സാറ്റർഡേ പോകാനുള്ള ഒരുക്കത്തിലൊക്കെ രാവിലത്തെ ചായയോടെയും അതേപോലെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് റെഡിയായി കേട്ടോ. പിന്നെ ഈ കെട്ടിയൊരുങ്ങി പോണത് വേറൊന്നിനുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഞാൻ ഡിഗ്രി തൊട്ടിട്ടുള്ള അവളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളെ മീറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഒന്നാമത്തെ അവൾ വർക്കിലാണ്, അവൾ കൊച്ചി എയർപോർട്ടിൽ വർക്കിലാണ്. അപ്പോൾ അവൾ ലീവ് കിട്ടുമ്പോൾ ശരി എന്തെങ്കിലും മീറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് അങ്ങനെ അവൾക്കും ലീവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാം അറിയുന്നൊരു, അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുന്നൊരു ആളുണ്ടായിരിക്കുമല്ലോ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും എൻ്റെ എല്ലാ വിഷമങ്ങളായാലും നമ്മുടെ സങ്കടങ്ങളായാലും എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമായിരിക്കും കേട്ടോ. ഉമ്മാനൊഴിച്ചാൽ ബാക്കി അവൾക്ക് മാത്രമായിരിക്കും. അതൊരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്കതൊരു മെയിനാണല്ലോ. എങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഓരോ പേഴ്സൺസ്. അപ്പോൾ എനിക്ക് അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവളും തിരിച്ചും അതേപോലെ തന്നെയാണ്. അവളുടെ എന്തെങ്കിലും സങ്കടമായാലും വിഷമങ്ങളായാലും അവൾ ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ മീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഞങ്ങൾ പോയത് പാലക്കാട് കോട്ടയ്ക്കാണ് കേട്ടോ. സംഭവം നമ്മൾ പാലക്കാട് ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കോട്ടൻ്റെ ഉള്ളിൽ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ വഴി പോയപ്പോൾ പിന്നെ അങ്ങനെ കയറാം, അങ്ങനെ സംസാരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം അവളെന്നെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ കയറി. കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഷെയർ ചെയ്ത് നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്.
അങ്ങനെ കുറച്ചൊക്കെ വിശന്നപ്പോൾ ഞങ്ങൾ പാലക്കാട് നെഹദിക്കാണ് കേട്ടോ കഴിക്കാൻ പോയത്. ഒന്നാമത്തെ അവൾക്ക് വർക്ക് കിട്ടിയതിൻ്റെ ചിലവ് അവൾ ചെയ്യാൻ പറഞ്ഞിട്ട് അന്നത്തെ ചിലവ് അവളുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ അന്ന് നമുക്ക് ഇതേപോലെ മീറ്റപ്പ് ചെയ്ത് ഞാനും നിനക്ക് ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ അവളുടെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സംഭവം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഞങ്ങൾ കോട്ടയ്ക്കൊക്കെ പോകുമ്പോൾ അത്രയും നമ്മൾ കുറച്ച് ദൂരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അത്രയും പൈസ അവർ ചാർജ് ചെയ്യണം. അപ്പോൾ അത് അത്രയും കുറച്ച് ദൂരം. പക്ഷെ അവർ നമുക്കത് പറ്റില്ല, അത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അവർ ശരി എന്ന് പറഞ്ഞിട്ട് അവർ പോകണം. അപ്പോൾ ശരി ഞങ്ങൾ കഴിച്ചിട്ട് ഓട്ടോ എടുക്കണ്ട, നമുക്ക് നടക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ നടന്ന് പിന്നെ അവൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതൊക്കെ ചെയ്ത് ഭംഗിയുണ്ട്. എന്തെങ്കിലും ആക്കി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ എടുത്തു. പക്ഷേ വീട്ടിൽ അതിന് മാത്രം ഒന്നും ഇട്ട് വയ്ക്കാനായാലും ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ വെറുതെ വാങ്ങി ഇതാക്കണ്ടല്ലോ എന്നുള്ള രീതിക്ക് അവിടെ തന്നെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. സംഭവം ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം എനിക്ക് അന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണമാണ് പറയുന്നത്. അതായത് നെക്സ്റ്റ് ഡേ, അതായത് സൺഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ വ്ളോഗോ ഷോർട്സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കപ്പെട്ടു. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയുന്നത്. ഞാനും ഷോപ്പ് ചെയ്ത് ഒന്നാമത്തെ എൻ്റെ ഹസ്ബൻഡിനുള്ള ഷർട്ട്, അതേപോലെ ആൾക്കൊരു കേക്ക്, സ്പ്രേ ബോട്ടിൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരി, അവളുടെയും കാണാം, അതേപോലെ തന്നെ ആൾക്കുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് വാങ്ങാമെന്നുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ പോയതും. അപ്പോൾ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി. ഒരു 4:45 ഒക്കെ ആകുമ്പോഴാണ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പായി. ഈ ഒരു കാര്യം, അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി പാക്ക് ചെയ്ത് ബാഗിനെ റിട്ടേൺ അത് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു ഇതുള്ള കാര്യം. വേറെ ഒന്നുമായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.